പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇതാ മോനെയും മോളെയും അച്ഛൻ റെയിൽവേ സ്റ്റേഷനിലോട്ട് ആക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ മോളുടെ നിശ്ചയത്തിന് വേണ്ടിയിട്ടും അതുപോലെ അനിയൻ്റെ റിട്ടയർമെൻറ്റ് പിന്നെ മോളുടെ കുറിയും കൊണ്ടുപോക്ക് ഈ 3 പരിപാടിക്കും വേണ്ടിയിട്ട് മോൻ പഠിക്കുന്ന സ്ഥലത്തു നിന്ന് വന്നതായിരുന്നു. ഇതെല്ലാം കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം രാവിലെ അങ്ങോട്ട് പോകാൻ റെഡിയായി നിൽക്കുവാണേ. എന്നാ കയറിക്കോ, പോയിട്ട് വാ. അപ്പോൾ അങ്ങനെ മോൻ തിരുവനന്തപുരത്തേക്കും മോള് ആലപ്പുഴ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയിട്ടാണ് പോസ്റ്റ് ഓഫീസിലേക്ക് പോവുക ജോലിക്ക്. പിന്നെ അവർ രണ്ടുപേരെ ആക്കിയത് പെട്ട് വന്നു. അപ്പോൾ ഇൻ്റർസിറ്റി വെളുപ്പിന് 5:50 മോൾക്കും മോനും പോകാനുള്ള. അതിനുശേഷം അനിയനും ലീവും കഴിഞ്ഞിട്ട് പോകാനായിട്ട് പോവുകയാണ് കേട്ടോ. അപ്പോൾ അനിയൻ പാലക്കാട്ടേക്കാണ് പോകുന്നത്. അപ്പോൾ അനിയന് അടുത്ത ട്രെയിനിനാണ് പോകാനുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അനിയനെയും കൂടെ ആക്കാനായിട്ട് പോവുകയാണ്. കൊടയൊക്കെ ഉണ്ടല്ലോ അല്ലേ, കൊടയൊക്കെ എടുത്ത് അപ്പോൾ ഓക്കെ. അതിനുശേഷം ഞാൻ വീട്ടിൽ വന്നിട്ട് നമ്മുടെ കൂൺ ഷെഡിൽ പോയി കൂണൊക്കെ പറിച്ചിട്ടുണ്ടോയെന്ന് വെച്ചു. അപ്പോൾ ഇപ്പോൾ സമയം ഒരു 6:30 കഴിഞ്ഞതേ ഉള്ളൂ കേട്ടോ. അങ്ങനെ കൂണ് പറിച്ചിട്ടുണ്ടോയെന്ന് വെച്ചു. അതിനുശേഷം വേഗം തന്നെ അതങ്ങോട്ട് പാക്ക് ചെയ്തൊക്കെ വെക്കുവാണ്. അപ്പോൾ പാക്ക് ചെയ്തൊക്കെ വെച്ചിട്ട് പിന്നെ അടുക്കളയിലേക്ക് വന്നു കഴിഞ്ഞാൽ അടുക്കളയിലെ പരിപാടിയൊക്കെ അങ്ങോട്ട് വേഗം തീർക്കാൻ പറ്റുമല്ലോ. അപ്പോൾ അങ്ങനെ കൂണെല്ലാം തൂക്കി വെച്ചു. അപ്പോൾ സാധാരണ ഞാൻ വെയിറ്റ് നോക്കണ മെഷീൻ ഉണ്ടല്ലോ, അത് കേടായിട്ടിരിക്കുവാണ്. അങ്ങനെ പിന്നെ അടുത്ത വീട്ടിൽ ഒരു വെയിറ്റ് നോക്കണ മെഷീനുണ്ട്. അപ്പോൾ അത് കൊണ്ടുവന്ന് വെച്ചിട്ടാണ് കുറച്ച് ദിവസമായിട്ട് കൂണൊക്കെ തൂക്കുക കേട്ടോ. അപ്പോൾ അടുത്തതിന് ഓൺലൈനായിട്ട് ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കുറച്ച് ദിവസം കൂടെ കഴിഞ്ഞിട്ടേ അത് എത്തത്തുള്ളൂ കേട്ടോ. അങ്ങനെ കൂണെല്ലാം തൂക്കി സീൽ ചെയ്തൊക്കെ വെച്ചിട്ടുണ്ട്. ഇനി സ്ലിപ്പും കൂടെ ഒട്ടിച്ച് കഴിഞ്ഞെന്നാൽ കടയിലേക്ക് വിടാനുള്ള കാര്യങ്ങളൊക്കെ ഓക്കെ ആയിക്കോളും. അങ്ങനെ പിന്നെ കൂൺ പാക്കിംഗ് എല്ലാം കഴിഞ്ഞിട്ട് കൂൺ ഷെഡിൽ നനയ്ക്കാനൊക്കെ ഉണ്ടായിരുന്നേ. ആ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടാണ് പിന്നെ അടുക്കളയിൽ വന്നത്. അപ്പോൾ പിള്ളേരെ വിട്ട് കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ അടുക്കളയിൽ കഴുകാനുള്ള പാത്രമൊക്കെ എടുത്ത് സിങ്കിലേക്കൊക്കെ മാറ്റിയിട്ട് കിച്ചൺ ടോപ്പൊക്കെ ക്ലീൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ രാവിലെ ഇഡ്ഡലി സാമ്പാറുമായിരുന്നു. അപ്പോൾ മോൻ കാപ്പി മാത്രം കഴിച്ചിട്ട് പോയി. മോൾക്ക് ചോറുമൊക്കെ കൊടുത്തു വിടണമായിരുന്നേ. അപ്പോൾ ആ പരിപാടികളൊക്കെ നടത്തി അടുക്കളയൊക്കെ ക്ലീൻ ചെയ്ത് കഴുകാനുള്ള പാത്രമൊക്കെ സിങ്കിനടുത്തോട്ടൊക്കെ വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് നന്നായിട്ടൊന്ന് ഡീപ്പായിട്ട് തന്നെ ഒന്ന് അടുക്കളയൊക്കെ ക്ലീൻ ചെയ്യാനുണ്ട്. കാരണം നമ്മുടെ വിരുന്നിനോടനുബന്ധിച്ചിട്ട് നമ്മുടെ ഈ കിച്ചണിൻ്റെ സ്ലാബിൻ്റെ താഴെയുള്ള ഡ്രോയർ ഉണ്ടല്ലോ, അതിനകത്തേക്കാണ് സാധാരണ ഞാൻ പാത്രമൊക്കെ കഴുകിയിട്ട് ഉണക്കി അടുക്കി വയ്ക്കാറുണ്ട്, വലിയ വലിയ പാത്രങ്ങളൊക്കെ. അപ്പോൾ ഇപ്പോൾ ഈ തിരക്ക് പിടിച്ച ദിവസങ്ങളിലൊക്കെ അങ്ങനെ കഴുകിയ ഉണക്കാനൊന്നും നിൽക്കാറില്ലായിരുന്നു. അപ്പോൾ നമ്മൾ അപ്പോഴപ്പോൾ പാത്രം എടുക്കുക അങ്ങനെ എല്ലാം അടുക്കുക ശരിയായിട്ടുള്ള രീതിയിലൊന്നും ക്ലീൻ ചെയ്ത് അവിടെ ഒന്നും വെക്കാൻ പറ്റില്ലായിരുന്നേ. നനവോട് കൂടിയിട്ട് തന്നെയൊക്കെയാണ് പാത്രമൊക്കെ വെച്ചിരുന്നത്. അപ്പം അതുകൊണ്ട് അവിടെയൊക്കെ നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്യണം. അപ്പം അങ്ങനെയുള്ള പരിപാടികളൊക്കെ ചെയ്യാനായിട്ട് പോവുകയാണേ. അപ്പോൾ ആദ്യമേ തന്നെ ഇത്തിരി ലോഷനൊക്കെ ഒഴിച്ചിട്ട്, ലോഷൻ ആദ്യം ഒഴിച്ചില്ല, ആദ്യം ഇത്തിരി വെറുതെ വെള്ളത്തിൽ കിച്ചൺ ടോപ്പും അതുപോലെ തന്നെ നമ്മളുടെ ടൈലൊക്കെ ഉണ്ടല്ലോ അതൊക്കെ നന്നായിട്ട് തുടച്ചു. അതുപോലെ ഫ്രിഡ്ജും ഒക്കെ നന്നായിട്ട് ഡീപ്പായിട്ട് ക്ലീൻ ചെയ്യുവാണ്. അപ്പോൾ ഇത്രയും ദിവസം വിരുന്നിനോടനുബന്ധിച്ചിട്ടൊക്കെ നമുക്ക് തിരക്ക് പിടിച്ചിട്ടുള്ള പാചകങ്ങളും കാര്യങ്ങളൊക്കെ ആയിരുന്നല്ലോ. അപ്പോൾ അതുകൊണ്ട് എല്ലാം ഒന്നും ക്ലിയറായിട്ടൊന്നും ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഇന്നതെല്ലാം ഒന്ന് നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്യുവാണ്. അപ്പം അങ്ങനെ എല്ലായിടും ഒന്ന് നന്നായിട്ട് തുടച്ചു. നമ്മുടെ സ്ലാബൊക്കെ ഉണ്ടല്ലോ, സ്ലാബല്ല സ്റ്റൗവിൻ്റെ ബർണറൊക്കെ നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്യുന്നുണ്ട്.
അപ്പോൾ നമ്മുടെ സ്റ്റൗവിൽ രാവിലെ പാചകം ചെയ്തതിൻ്റെ കുറച്ച് വേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്നങ്ങോട്ട് തുടച്ചു മാറ്റി. പിന്നെ എന്നാലും ഒന്ന് നന്നായിട്ടൊന്ന് ക്ലീൻ ആക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ സ്റ്റീലിൻ്റെ സ്ക്രബ്ബർ ഉണ്ടല്ലോ, അതിൽ ഇത്തിരി വിംബാറും കൂടെ തേച്ചിട്ട് ഒരസൽ വീഴാത്ത രൂപത്തിൽ പതുക്കെ ഒന്ന് സ്ക്രബ് ചെയ്ത് മാറ്റി അതിന് ശേഷം വീണ്ടും കോട്ടൺ തുണി കൊണ്ട് തുടച്ച് വൃത്തിയാക്കുകയാണ് ചെയ്യാറുള്ളത് കേട്ടോ. പിന്നെ അതിൻ്റെ സ്റ്റൗവിൻ്റെ താഴെ ഭാഗമൊക്കെ അതേപോലെ തന്നെ ക്ലീൻ ചെയ്യും. അതുപോലെ വശങ്ങളും ഒക്കെ നന്നായിട്ട് ഇതേപോലെ, അത് എല്ലാ ദിവസവും തന്നെ സ്റ്റൗ ക്ലീൻ ചെയ്യാറുണ്ട്. അപ്പോൾ അത് ഇതേപോലെ നന്നായിട്ട് സോപ്പൊക്കെ പിന്നെ നന്നായിട്ട് തുടച്ച് മാറ്റിക്കഴിഞ്ഞാൽ നല്ല പുതിയ സ്റ്റൗ പോലെ തന്നെ ഇരുന്നോളും. അങ്ങനെ സ്റ്റൗ ക്ലീൻ ചെയ്തു. അതിനുശേഷം നമ്മുടെ സ്റ്റൗവിൽ വെക്കുന്ന സ്റ്റാൻഡും അതിൻ്റെ റിങ്ങൊക്കെ ഉണ്ടല്ലോ, സ്റ്റീലിൻ്റെ റിങ്, അതുമൊക്കെ തേച്ച് കഴുകി അങ്ങോട്ട് വയ്ക്കുവാണ്. പിന്നെ സ്റ്റീലിൻ്റെ റിങ്ങും അതുപോലെ തന്നെ ഇരുമ്പിൻ്റെ സ്റ്റാൻഡാണ് എൻ്റെ സ്റ്റൗവിനുള്ളത് കേട്ടോ. അപ്പോൾ ഞാൻ ഇടയ്ക്ക് അതിലിങ്ങനെ ഇത്തിരി വെളിച്ചെണ്ണ തൂത്ത് കൊടുക്കാറുണ്ട്, തുരുമ്പ് പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ വെക്കുമ്പോഴത്തേക്ക് നല്ല നീറ്റായിട്ടിരുന്നോളും. അപ്പോൾ എപ്പോഴും ഒരു പുതുമയോട് കൂടിയിട്ട് സ്റ്റൗ ഇരുന്നോളുവേ. അതുപോലെ സ്റ്റൗ എന്ന് വെച്ചാൽ എൻ്റെ സ്റ്റൗ 21 വർഷം കഴിഞ്ഞ സ്റ്റൗ ആണ് കേട്ടോ. ഇപ്പോഴും നല്ല പുതിയ സ്റ്റൗ പോലെ തന്നെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഇതേപോലെയാണ് ഞാൻ എടുക്കാറുള്ളത്. ഇടയ്ക്കൊന്ന് സ്ക്രബ്ബർ ഇട്ട് ചെറുതായിട്ടൊന്ന് കഴുകും. പിന്നെ ഇതുപോലെ തുണി കൊണ്ട്, കോട്ടൺ തുണി കൊണ്ട് തൂത്ത് വൃത്തിയാക്കുകയാണ് ചെയ്യാറുള്ളത്. അപ്പോൾ അങ്ങനെ സ്റ്റൗ ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ അടുത്ത പരിപാടി എന്ന് വെച്ചാൽ രാവിലെ പാചകം കഴിഞ്ഞ് കിടക്കുന്ന പാത്രം ഉണ്ടല്ലോ, അത് ആദ്യം ഒന്ന് തേച്ച് കഴുകി മാറ്റി വയ്ക്കുന്നു. അതിന് ശേഷം വേണം നമുക്ക് ഡ്രോയറിലുള്ള ബാക്കി പാത്രം, പിന്നെ വർക്ക് ഏരിയയിലും കുറച്ച് പാത്രമൊക്കെ ഉണ്ട്. അപ്പോൾ അതും കൂടെയൊക്കെ എടുത്ത് തേച്ച് കഴുകി വൃത്തിയാക്കണം. പിന്നെ അതിന് ശേഷം കിച്ചൺ ടോപ്പും അതുപോലെ തന്നെ നമ്മുടെ മറ്റേ സ്ലാബിൻ്റെ അടിയിലുള്ള ഡ്രോയറിൻ്റെ ഉൾഭാഗമൊക്കെ ഉണ്ടല്ലോ, അതുമൊക്കെ നന്നായിട്ട് തുടച്ച് ഇത്തിരി ലോഷനൊക്കെ ഉപയോഗിച്ചിട്ട് തുടച്ച് പാത്രം ഉണക്കിയിട്ട് വേണം വീണ്ടും അങ്ങോട്ട് അടുക്കി വയ്ക്കാനായിട്ട്. അപ്പോൾ പാത്രമൊക്കെ കഴുകി നിന്നപ്പോഴത്തേക്കാണ് ഞാൻ ഇതേപോലെ ഒരു സംഭവം ഉണ്ടല്ലോ, അത് ഇടാറുണ്ട് കേട്ടോ. അത് ഇടുമ്പോഴത്തേക്ക് നമുക്ക് നൈറ്റിയിൽ പെട്ടെന്ന് ഇങ്ങനെ അഴുക്ക് പിടിക്കുകയൊക്കെ ചെയ്യില്ല കേട്ടോ. അപ്പോൾ നൈറ്റി കൂടുതൽ നാളിങ്ങനെ അഴുക്കൊന്നും ഇല്ലാതെ കൂടുതൽ കറയോ നമ്മുടെ പാത്രം കഴുകുമ്പോഴുള്ള വേസ്റ്റും കാര്യങ്ങളൊക്കെ അവിടെ ഒന്ന് തെറിച്ച് വീഴാതെയൊക്കെ ഇരിക്കാൻ നല്ലതാണ് കേട്ടോ ഇത്. അപ്പോൾ കുറച്ച് പാത്രം കൊണ്ട് കഴുകി കഴിഞ്ഞപ്പോഴത്തേക്കാണ് ഞാനത് ഓർത്തത്. അപ്പോൾ അതങ്ങനെ കെട്ടി നിന്നിട്ട് ബാക്കി പാത്രവും കൂടെയൊക്കെ തേച്ച് കഴുകിയൊക്കെ വൃത്തിയാക്കാനായിട്ട് പോവുകയാണ്. അങ്ങനെ കിച്ചൺ ടോപ്പിലുണ്ടായിരുന്ന പാത്രങ്ങളൊക്കെ വാഷ് ചെയ്ത് മാറ്റി അതിന് ശേഷം ഡ്രോയറിലുള്ള പാത്രങ്ങളൊക്കെ ഒന്ന് പുറത്തേക്ക് എടുക്കുവാണ്. അപ്പോൾ ഈ പാത്രങ്ങളൊക്കെ നേരത്തെ കഴുകിയൊക്കെ വെച്ചിരുന്നതാണ്, എങ്കിലും നന്നായിട്ട് ഉണക്കാതെയൊക്കെ വെച്ചിരുന്നതുകൊണ്ട്, വെള്ളത്തോടു കൂടെയൊക്കെ വെച്ചിരുന്നതുകൊണ്ട് അതിൻ്റെ ഫ്ലോറൊക്കെ നനവോട് കൂടിയിട്ടൊക്കെയാണ് ഇരിക്കുന്നത്. അപ്പോൾ അവിടെയൊക്കെ നന്നായിട്ടൊന്ന് തുടച്ച് ഉണക്കിയൊക്കെ വെക്കണം. അതിന് വേണ്ടിയിട്ടാണ് പാത്രങ്ങളൊക്കെ പുറത്തേക്ക് ഇറക്കി. അപ്പോൾ അതാ ഇതേപോലെയാണ് എൻ്റെ ഡ്രോയർ ഇരിക്കുക കേട്ടോ. അപ്പോൾ പഴയ നമ്മുടെ ഫ്ലോറിൻ്റെ ടൈലൊക്കെ മിച്ചം വന്നതൊക്കെ ഞാൻ ഇതിനകത്തേക്ക് ഇടിച്ചിട്ട് ആണ് തയ്യാറാക്കിയിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നല്ല നീറ്റായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും.
അങ്ങനെ ദാ ഈ പാത്രങ്ങളൊക്കെ അതിൽ നിന്ന് ഇറക്കിയതാണ്. അപ്പോൾ അതൊക്കെ ഒന്നും കൂടെ നന്നായിട്ട് കഴുകി ഒന്ന് ഉണക്കിയെടുക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ സാധാരണ നമ്മൾ കിച്ചൺ ടോപ്പൊക്കെ എപ്പോഴും നല്ല ക്ലീൻ ആയിട്ടൊക്കെ ഇടാറുണ്ട് അല്ലേ. പക്ഷേ ഈ ഡ്രോയർ ഒന്നും അങ്ങനെ നമ്മൾ ശ്രദ്ധിക്കാറില്ല. പക്ഷെ അങ്ങനെ ഡ്രോയർ ഇടയ്ക്ക് നമ്മളിങ്ങനെയൊക്കെ ക്ലീൻ ചെയ്തില്ലെങ്കിൽ എന്തെങ്കിലും ഫുഡ് വേസ്റ്റോ കാര്യങ്ങളൊക്കെ അവിടെ കിടന്നു കഴിഞ്ഞാൽ അത് അവിടെ കിടന്ന് ദൂഷിക്കും. പിന്നെ അത് കൂടാണ്ട് തന്നെ പല്ലിയും പാറ്റയൊക്കെ ഇതിനകത്ത് ഉണ്ടാകാനൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ ഇതുപോലെ ഇടയ്ക്കൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ പല്ലിയുടെയും പാറ്റയുടെയൊക്കെ ശല്യമൊന്നും ഉണ്ടാകില്ല. അതുപോലെ തന്നെ നമ്മുടെ വീട്ടിൽ എന്തെങ്കിലുമൊക്കെ ഫംഗ്ഷനൊക്കെ നടന്നു കഴിയുമ്പോഴത്തേക്ക് തിരക്ക് പിടിച്ചൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് ഇതിനകത്തേക്ക് ചിലപ്പോൾ പാത്രമൊക്കെ നല്ല ക്ലീൻ ആകാണ്ടൊക്കെ വെക്കും. അങ്ങനെ ഉണ്ടാകുമ്പോഴത്തേക്കും ആണെങ്കിൽ ഉറുമ്പിൻ്റെയും പാറ്റയുടെയും പല്ലിയുടെയൊക്കെ ശല്യമൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ ഒഴിവാക്കാനായിട്ട് ഇതുപോലെ ഇടയ്ക്കൊന്ന് നന്നായിട്ടൊക്കെ ക്ലീൻ ചെയ്യുന്നത് നല്ലതാണ്. അപ്പോൾ ആദ്യമേ തന്നെ ആ അഴുക്കൊക്കെ തുടച്ച് കളഞ്ഞു. പിന്നെ ഇത്തിരി ലോഷൻ ഒഴിച്ചിട്ട് ഒന്ന് തുടച്ചു. പിന്നെ കുറച്ച് സമയം ഡ്രോയർ തുറന്നിട്ടിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നന്നായിട്ട് ഉണങ്ങിക്കോളും. അപ്പോൾ നമ്മുടെ കഴുകിയ പാത്രമൊക്കെ ഒന്ന് പുറത്തേക്ക് വെക്കാമെന്ന് വിചാരിച്ചപ്പോഴത്തേക്ക് മഴക്കാറൊക്കെ ഉണ്ട് പുറത്ത്. പിന്നെ പാത്രം പുറത്ത് കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ വെയിലത്ത് നന്നായിട്ട് ഉണങ്ങി കിട്ടുകയില്ല. പിന്നെ ഇടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പിറകിക്കൊണ്ട് നടക്കണമല്ലോ. അതുകൊണ്ട് ഞാൻ പിന്നെ നമ്മുടെ കിച്ചൺ ടോപ്പിൽ തന്നെയാണ് ഉണക്കാനായിട്ട് വെക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെ പാത്രമൊക്കെ കഴുകിയതിന് ശേഷം പിന്നെ ഇത്തിരി ലോഷനും കൂടെയൊക്കെ ഒഴിച്ചിട്ട് നമ്മുടെ കൗണ്ടർ ടോപ്പൊക്കെ ഒന്ന് വൃത്തിയാക്കുവാണ്. അപ്പോൾ ആദ്യമേ അഴുക്കൊക്കെ നേരത്തെ തുടച്ചൊക്കെ വൃത്തിയാക്കിയിരുന്നതാണ്. ഇപ്പോൾ വീണ്ടാണ് ഞാൻ ലോഷൻ ഒഴിച്ചിട്ടൊന്ന് തുടയ്ക്കുന്നത്. അപ്പോൾ എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ കഴിഞ്ഞാൽ പിന്നെ ഈച്ചയുടെയൊക്കെ ശല്യം കൂടുതലായിട്ടുണ്ടാകുമല്ലോ. അപ്പോൾ ഇപ്പോഴാണെങ്കിൽ ഇത്തിരി ഈച്ച കൂടുതലായിട്ട് ഉണ്ടെന്താനും. അപ്പോൾ ഇടയ്ക്ക് ഇതുപോലെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഈച്ചയുടെയൊക്കെ ശല്യം ഒരു പരിധി വരെ അങ്ങോട്ട് കുറയും കൂടെ ചെയ്തോളും. അപ്പോൾ അങ്ങനെ തുടച്ചൊക്കെ വൃത്തിയാക്കിയിട്ടുണ്ട്. അങ്ങനെ പുറത്ത് വെച്ച് ഉണക്കാൻ പറ്റാതിരുന്നതുകൊണ്ട് ഒരു പഴയ കോട്ടൺ തുണി നമ്മുടെ കൗണ്ടർ ടോപ്പിൽ വിരിച്ചിട്ട് അതിലേക്ക് പാത്രമൊക്കെ ഒന്ന് കമഴ്ത്തി വെച്ച് ഉണക്കിയെടുക്കുവാണേ. ഇപ്പോൾ രാവിലെ ഇതൊക്കെ ചെയ്യാൻ കയറുമ്പോഴത്തേക്ക് അന്തരീക്ഷമൊക്കെ നല്ല തെളിഞ്ഞതൊക്കെയായിരുന്നു. പക്ഷേ നല്ല വെയിൽ കിട്ടുന്നൊരു ലക്ഷണം കണ്ടില്ല. അങ്ങനെ പിന്നെ ദാഹത്ത് തന്നെ ഒന്ന് കമഴ്ത്തി വയ്ക്കുവാണ് പാത്രമൊക്കെ. നന്നായിട്ട് വെള്ളമൊക്കെ വാർന്ന് പോയി കഴിയുമ്പോഴത്തേക്ക് വീണ്ടും കുറച്ച് കഴിയുമ്പോൾ ഒന്ന് നിവർത്തിയും കൂടെ വയ്ക്കും. അപ്പോഴത്തേക്ക് നന്നായിട്ട് ഉണങ്ങിക്കിട്ടിക്കോളും. അങ്ങനെ പാത്രമൊക്കെ കഴുകി എല്ലാം കമഴ്ത്തിയൊക്കെ മാറ്റി അതിന് ശേഷം നമ്മുടെ സിങ്കൊക്കെ നന്നായിട്ടൊന്ന് തേച്ച് കഴുകി, അതുപോലെ തന്നെ സിങ്കിനോട് ചേർന്നിട്ടുള്ള ആ പാത്രമൊക്കെ വെച്ച് നമ്മൾ കഴുകിയ ഭാഗമൊക്കെ ഉണ്ടല്ലോ അവിടെയൊക്കെ നന്നായിട്ട് തേച്ച് കഴുകി ഒന്ന് വെള്ളമൊക്കെ വൈപ്പ് ചെയ്ത് കളഞ്ഞു. അതിന് ശേഷം ആ ഭാഗത്തും കൂടെയൊക്കെ നമ്മുടെ ലോഷനും വെള്ളവും കൂടെ കലർത്തി മിശ്രിതമൊക്കെ ഒഴിച്ച് അവിടവും കൂടെ ഒക്കെ ഒന്ന് ക്ലീൻ ചെയ്തിടുവാണ്.
ഇനിയിപ്പോൾ വൈകുന്നേരം ഒരു 4 മണിയൊക്കെ ആയപ്പോഴത്തേക്കാണ് പിന്നെ വീഡിയോ എടുത്തത് കേട്ടോ. അപ്പോൾ ഒരുപാട് പരിപാടിയൊക്കെ അടുക്കളയിൽ ചെയ്തൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് വിഷമിച്ചു. പിന്നെ കുളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ട് കൂൺ ഷെഡിലൊക്കെ പോയി ബെഡൊക്കെ കെട്ടാനുണ്ടായിരുന്ന ആ പരിപാടികളൊക്കെ കഴിഞ്ഞു. പിന്നെ 4 മണിയായപ്പോഴത്തേക്ക് വൈകുന്നേരം സന്ധ്യയ്ക്ക് കഴിക്കാനുള്ള ഫുഡൊക്കെ നേരത്തെ അങ്ങോട്ട് ഇണക്കി വെക്കുവാണ് കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ കാപ്പിക്ക് ഇണക്കുന്നത് ഗോതമ്പടയാണ് ഇണക്കുന്നത്. അപ്പോൾ ഗോതമ്പടയിലേക്ക് വേണ്ടിയിട്ട് ലേശം ഗോതമ്പ് മാവ് ഉപ്പ് ചേർത്തിട്ട് ഒന്ന് നനച്ചെടുത്തു. അതിന് ശേഷം തേങ്ങയിൽ ഏലക്കയും ജീരകവും ശർക്കരയൊക്കെ ചേർത്തിട്ട് മിശ്രിതം തയ്യാറാക്കി വെച്ചു. അങ്ങനെ അട ഉണ്ടാക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ അത് 2 അട വറുക്കാനായിട്ട് ഇട്ടിട്ടുണ്ട്. ബാക്കി അടയും കൂടെ ഒന്ന് പരത്തി വയ്ക്കുവാണ്. അപ്പോൾ ആ അട വെന്ത് വരുന്ന സമയത്ത് നമുക്കിവിടെ അടുത്ത ട്രിപ്പിനുള്ള അടയും കൂടെ പരത്തി അതിനകത്ത് ശർക്കരയും തേങ്ങയും പീര പറയണ്ടല്ലോ, പിന്നെ ശർക്കരയുടെ മിശ്രിതമൊക്കെ വെച്ചിട്ട് ഒന്ന് മടക്കിയെടുക്കുവാണേ. അപ്പോൾ നമ്മുടെ ആദ്യത്തെ ട്രിപ്പിട്ട അടയുണ്ടല്ലോ, ആ അട വറുക്കാൻ വെച്ചത് റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊന്ന് ഇങ്ങോട്ട് എടുക്കുവാണ്. അപ്പോൾ നമ്മുടെ വാഴയിലുണ്ടല്ലോ അത് ഇത്തിരി കിളുന്തിലയായിരുന്നേ, അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ കീറിപ്പോരുന്നത്. ഇത്തിരി വിളഞ്ഞ ഇലയാണ് അട വറുക്കാനായിട്ട് നല്ലത്. അപ്പോൾ വറുത്ത അടതെ മാറ്റിയിട്ട് അടുത്ത അടയിൽ നിന്ന് വെച്ച് കൊടുക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ നമ്മുടെ അട വറുക്കാനായിട്ട് എളുപ്പം മുരിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് ചെയ്യുന്നൊരു ട്രിക്കാണ് കേട്ടോ. അപ്പോൾ അട വെച്ചിട്ട് അതിനകത്തേക്ക് കുറച്ച് വെള്ളം ഒന്ന് തളിച്ചിട്ട് അടച്ച് വയ്ക്കും. അങ്ങനെ അടച്ച് വയ്ക്കുമ്പോഴത്തേക്ക് നമ്മൾ തളിച്ചു കൊടുക്കുന്ന വെള്ളം ഉണ്ടല്ലോ അത് നീരാവിയായിട്ട് മാറും. ആ സ്റ്റീം അങ്ങനെ നിൽക്കുമ്പോൾ അടയുടെ മേൽഭാഗവും നന്നായിട്ട് വെന്തതിന് ശേഷം നമുക്ക് മുരിച്ചെടുക്കാനായിട്ട് പറ്റുമേ. അപ്പോൾ അട വറുക്കുമ്പോൾ ഇങ്ങനത്തെ ഒരു പരിപാടി എല്ലാവരും ചെയ്യുന്നതായിരിക്കും, ഞാനിങ്ങനെ ചെയ്യാറുണ്ട്. ഇങ്ങനത്തെ ഒരു പരിപാടി ചെയ്താൽ നന്നായിട്ട് അട പെട്ടെന്ന് മുരിച്ചെടുക്കാനായിട്ട് പറ്റും. ഉള്ളൊക്കെ നന്നായിട്ട് വേകുകയും കൂടെ ചെയ്യുവേ. പിന്നെ വറുത്ത അടയുടെ ഇല അന്നേരം തന്നെ വേർപെടുത്തി ഒരു വേസ്റ്റ് പാത്രത്തിലേക്ക് മാറ്റുവാണ് കേട്ടോ. അതല്ലെങ്കിൽ നമ്മൾ വലിച്ച് പറിച്ച് ടോപ്പിലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ കയ്യോടെ അങ്ങോട്ടത് മാറ്റിക്കഴിഞ്ഞാൽ വളരെ ക്ലീനായിട്ട് നമ്മുടെ കിച്ചൺ ടോപ്പൊക്കെ കിടന്നോളും. അപ്പോൾ അതാ ആദ്യത്തെ ട്രിപ്പ് വറുത്ത അടയാണ്. അങ്ങനെ പിന്നെ ബാക്കി അട കൂടെ അങ്ങനെ വറുത്തൊക്കെ എടുത്തു. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പോൾ എല്ലാവർക്കും അട ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഓരോന്ന് എടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് വേറൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. അപ്പോൾ ഇത് ഞാൻ അങ്ങോട്ടൊന്ന് അടച്ചു വയ്ക്കാനായിട്ട് പോവുകയാണേ. ഓക്കേ.